പോ, മക്കളും രോഹിത് കളിച്ച് വളർന്ന നാടൊക്കെ ഒന്ന് കാണട്ടെ. കണ്ണാ, നീ ധൃതി പിടിക്കില്ലേ? ദേ നമ്മുടെ വീടെത്തി. ആ കണ്ണാണ് നമ്മുടെ വീട്. ഓ രോഹിത്, സൂപ്പർ വീട്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. രോഹിത്, സിറ്റിയിൽ നിന്നും നാട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എന്റെ എല്ലാ വിഷമങ്ങളും മാറിയിട്ടോ. എന്ത് രസം ഈ നാട്, ഈ പച്ചപ്പ്, ഈ വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പ്രിയേ, നമ്മളൊക്കെ എത്ര സിറ്റിയിൽ താമസിച്ചാലും നമ്മുടെ ഈ ഉള്ളിൽ ഒരു ഗ്രാമമുണ്ട്. എന്താ കുട്ടികളെ ഈ കേൾക്കുന്നേ? നിങ്ങളുടെ സൗണ്ട് അങ്ങ് സ്റ്റാഫ് റൂം വരെ കേൾക്കാലോ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഹൗ ആർ യു മൈ ചിൽഡ്രൻ? ഐ ആം ഫൈൻ മിസ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നിങ്ങളെ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ക്ലാസ്സിൽ വരാവുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആർക്കുള്ള ഫുഡാണോ മിസ് പറഞ്ഞേ? ബ്രെയിനുള്ള ഫുഡ്. അത് കഴിച്ചാലാണ് നമുക്ക് എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇന്നലെ അച്ഛനൊരു കളിപ്പാട്ടം മേടിച്ചോണ്ട് വന്ന്. എന്ത് സാധനം നിനക്ക് മേടിച്ചോണ്ട് വന്നത്? അച്ഛൻ ഇന്നലെ എനിക്ക് ഒരു വലിയ ഡോക്ടർ സെറ്റ് മേടിച്ചോണ്ട് വന്ന്. അതിന്റെ എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയോ? അതിന്റെ ഒരു ഡോക്ടർ ഉണ്ട്, നേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചിയില്ലേ അതുണ്ട്, പിന്നെ ടെലിസ്കോപ്പ് ഉണ്ട്. അതെന്ത് സാധനം? ടെലിസ്കോപ്പ് നിനക്കറിയില്ലേ? നമ്മുടെ ഡോക്ടർ ചെവിയിൽ വെച്ചിട്ട് അവിടുത്തെ ശ്വാസം വലിക്കുന്ന അറിയില്ലേ? ആ സാധനാ. കുട്ടികളെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? നമ്പർ നെയിംസ് പഠിച്ചില്ലായിരുന്നോ? 5 വരെയുള്ള നമ്പർ നെയിംസ് പഠിച്ചില്ലേ? മറന്നുപോയോ നിങ്ങളത്? മറന്നുപോകരുത് കേട്ടോ. ടീച്ചർ ഇന്ന് ഏതായാലും ഡിക്റ്റേഷൻ ഇടിക്കുന്നില്ല. നാളെ ടീച്ചർ ഉറപ്പാണ് ഡിക്റ്റേഷൻ ഇടിക്കൂ കേട്ടോ. 1 മുതൽ 5 വരെയുള്ള നമ്പർ നെയിംസ്. ഇന്ന് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം. എന്ത് ആക്ടിവിറ്റിയാ നമ്മളിപ്പോ ചെയ്യാം? മിസ്സേ, നമുക്ക് പടം വരച്ചിട്ട് കളർ കൊടുക്കാം. കളർ കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്റെ കയ്യിൽ ക്രയോൺസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, എല്ലാവരും ഒന്ന് കളറിംഗ് ബുക്ക് എടുത്തേ. നമുക്കൊന്ന് അതിലൊരു ഫ്ലവറിന്റെ പടം വരച്ചിട്ട് അതിന് നമുക്ക് കളർ കൊടുക്കാം കേട്ടോ. എല്ലാവരും എടുക്കട്ടോ, പെട്ടെന്ന് എടുക്ക, ടൈം കളയല്ലേ. മിസ്സേ, ഞങ്ങൾ എടുത്തു. മിസ്സേ, ആരോ പുറത്ത് വന്നേക്കണോ? മാം, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ന്യൂ അഡ്മിഷൻ അല്ലേ? ഓക്കെ, പ്രിൻസിപ്പൽ മാം പറഞ്ഞിരുന്നു കേട്ടോ ഇന്നൊരു ന്യൂ അഡ്മിഷൻ ഉണ്ടെന്ന്. അഡ്മിഷന്റെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആക്കിയില്ലേ? യെസ് മാം, അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. മേഡം എന്നാ പൊയ്ക്കോളൂ, മോള് ക്ലാസ്സിൽ ഇരുന്നോളൂ. ഈവനിങ് വന്ന് പിക്ക് ചെയ്താൽ മതി. ഓക്കെ മാം. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ഇവരൊക്കെ മീനാക്ഷിയുടെ കൂട്ടുകാരാണ് കേട്ടോ. റോസ്ലിയുടെ അടുത്തൊരു സീറ്റ് ഒഴിവില്ലേ? മീനാക്ഷിനെ അവിടെ ഇരുത്തിക്ക്. മോളെ അങ്ങോട്ട് പോയിക്കോട്ടോ, അവിടെ സീറ്റ് ഉണ്ട് കേട്ടോ. മീനാക്ഷി, ഞാൻ റോസ്. ഞാനിവിടെ ആദ്യമായിട്ടാ. എനിക്കിവിടെ കൂട്ടുകാരൊന്നുമില്ല. ഓ പിന്നെ അതൊന്നും സാരമില്ല. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ഇനി മുതൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാട്ടോ. റോസ്ലി,
കൂട്ടുകാരിനെ പിന്നെ പരിചയപ്പെടാം കേട്ടോ. ഇന്റർവെല്ലിന് ടൈം ഉണ്ട്. അന്നേരം നിങ്ങൾ എല്ലാവരും മീനാക്ഷിനെ പരിചയപ്പെടണം കേട്ടോ. മീനാക്ഷിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഡ്രോയിങ് ചെയ്യാന്നല്ലേ? നിങ്ങൾക്ക് അറിയാം ഡ്രോയിങ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ? എല്ലാവരും ടീച്ചറിന്റെ ടേബിളിന്റെ അടുത്തേക്ക് വന്നേ. ടീച്ചർ ആദ്യം എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടീച്ചറിന്റെ കയ്യില് ഡ്രോയിങ് ബുക്ക് ഇല്ലാത്ത കാരണം ടീച്ചർ ഇപ്പൊ A4 സൈസ് പേപ്പറിലാണ് പടം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഡ്രോയിങ് ബുക്ക് ഉണ്ട്, നിങ്ങൾ ഡ്രോയിങ് ബുക്കിൽ വരച്ചാൽ മതി കേട്ടോ. ആദ്യം നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത് അതിന്റെ ഔട്ടർ ലൈൻ വരയ്ക്കണം. ടീച്ചർ ഇപ്പൊ ഇവിടെ ഒരു റോസാപ്പൂവാണ് വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് അതിന്റെ ഔട്ടർ ലൈൻ വരയ്ക്കാം. നിങ്ങൾ നോക്കിയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ടീച്ചർ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ടീച്ചർ ഇപ്പൊ ഔട്ടർ ലൈൻ ഒക്കെ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. ഡിഫറെന്റ് കളറിലുള്ള റോസാപ്പൂ ഉണ്ട്. പക്ഷെ ടീച്ചർക്ക് റെഡ് റോസാപ്പൂ ഇഷ്ടം, അതുകൊണ്ട് ടീച്ചർ റെഡ് കളർ എടുത്തു. ലീഫിന് ഏത് കളറാ? ഗ്രീൻ കളർ കൊടുക്കാം. സ്റ്റെമ്മിന് നമുക്ക് ഇത്രയും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഇതള് നോക്കിയിട്ട് പുറത്തൊന്നും പോകാതെ ഉള്ളിക്കൂടെ നമുക്ക് എന്താണ് കളർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ റോസാപ്പൂ തന്നെ വരയ്ക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂ നിങ്ങൾ വരച്ചാൽ മതി. റോസാപ്പൂ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഈ ഒരു ഇതിലും കൂടി കളർ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് എന്തിനു കളർ കൊടുക്കണം? സ്റ്റെമ്മിന് നമുക്ക് ഡാർക്ക് ഗ്രീൻ കളർ കൊടുക്കാം കേട്ടോ. നമുക്കിനി അടുത്തതായിട്ട് ലീഫിന് കളർ കൊടുക്കാം. ലൈറ്റ് ഗ്രീൻ കളർ. ആദ്യം ഈ റോസാപ്പിന്റെ താഴെയുള്ള ഈ ഗ്രീൻ കളർ പോർഷൻ കാണാറില്ലേ? ഇതിന്റെ പേരാണ് കേട്ടോ സെപ്പൽസ്. നമുക്ക് ആദ്യം അതിന് കളർ കൊടുത്തിട്ട് ലീഫിന് കളർ കൊടുക്കാം. കളർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസാപ്പൂ ഫിനിഷ്. അയ്യോ ബെല്ലടിച്ചല്ലോ. മക്കളെ, നിങ്ങളപ്പോ നാളെ വരുമ്പോഴേ ഡ്രോയിങ് ബുക്കില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂ വരച്ച് അതിന് നല്ല നീറ്റായിട്ട് കളർ കൊടുത്തിട്ട് വരണം കേട്ടോ. അമ്മമാരെയും കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്. ടീച്ചർക്ക് നിങ്ങൾ എങ്ങനെയാ വരച്ചേക്കുന്നത് കാണാൻ വേണ്ടിട്ടാ വരച്ചോണ്ട് വരണം കേട്ടോ. നാളത്തെ ഡിക്റ്റേഷന്റെ കാര്യം മറക്കരുത്. നമ്പർ നെയിംസ് 1 മുതൽ 5 വരെയുള്ള നമ്പർ നെയിംസ് നാളെ എന്താണ്? ഡിക്റ്റേഷൻ ആണ്. ഓക്കെ മക്കളെ, സീ യു